അസ്സലാമലൈക്കും വെൽക്കം ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ മീഷോ ഈദ് ഓളിന്റെ പാർട്ട് 2 ആണ് നമ്മൾ ചെയ്യുന്നത്. മീഷോ എന്നുള്ള ഈദ് ഔട്ട്ഫിറ്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഇതിൽ ഒരു 4 to 5 ഔട്ട്ഫിറ്റ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. കുറച്ച് പേരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്ലെയേർഡ് സെറ്റ്സ് നമുക്ക് കാണിച്ചു തരുമോ എന്നുള്ളത്. സോ അപ്പൊ അതൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു ഹാളിൽ വരുന്നുണ്ട്. സോ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വരുന്ന ഔട്ട്ഫിറ്റ്സ് ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ഇത് നമ്മുടെ മീഷോ എന്നുള്ള ഈദ് ഹാളിന്റെ പാർട്ട് 2 ആണ്. ഇനിയും വീഡിയോ വരുന്നുണ്ട്. മിന്ത്ര ഹാൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം എനിക്കറിയില്ല, ആക്ച്വലി കഴിഞ്ഞ ഇതിൽ ഞാൻ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മിന്ത്ര ഹാള്. പിന്നെ നമ്മൾ ആമസോൺ ഹാൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ മീൻസ് പ്രത്യേകിച്ച് ഈദ് എഡിഷൻ എന്നുള്ള രീതിയിലല്ല, നമ്മൾ കുറച്ച് ഔട്ട്ഫിറ്റ്സ് അതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. സെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിന്ത്ര ഹാള് കഴിഞ്ഞ ഈദിൽ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തു. കയ്യിലെത്തിയപ്പം ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല പ്രൊഡക്റ്റിൽ. ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല കയ്യിൽ കിട്ടിയപ്പം. അതുകൊണ്ട് തന്നെ മിന്ത്ര ഓള് ഞാൻ അവിടുന്ന് ഈദ് ഓള് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണയും ഞാൻ കുറച്ച് ഔട്ട്ഫിറ്റ്സ് ട്രൈ ആക്കിയിട്ടുണ്ട്. സോ എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയാൽ തീർച്ചയായിട്ടും നമുക്കൊരു മിന്ത്ര ഹോളും ഈദ് ഹോള് ആയിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മീഷോ എന്നുള്ള ഈദ് ഔട്ട്ഫിറ്റ്സ് ഈദ് ഹോളിന്റെ പാർട്ട് 2 ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓരോ ഔട്ട്ഫിറ്റ്സ് ആയിട്ട് കാണിച്ചു തരാം. ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. സൈഡിൽ വേറെ ഏത് ക്ലിപ്പും ആഡ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മളോട് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ആ ഒരു ഫ്ലെയേർഡ് കുർത്ത സെറ്റിനെ ഫസ്റ്റ് കാണിച്ചു തരാം. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഫ്ലെയേർഡ് കുർത്ത സെറ്റ് ആണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഓറഞ്ച് മോസ് ഗ്രീൻ, ഈ ഷെയ്ഡ്സ് ഒക്കെ ഇപ്പൊ കൂടുതലുമായിട്ട് കുറച്ചിങ്ങനെ നന്നായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുക. അങ്ങനത്തെ കുറച്ചൊരു ബ്രൈറ്റ് കളേഴ്സ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്തിട്ടുള്ളത് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഫ്ലെയേർഡ് കുർത്ത സെറ്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത്. നെക്ക് ലൈനിൽ ഒരു സീക്വൻസ് കോഡിങ് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല നീറ്റിൽ വന്നിട്ടുണ്ട്. നല്ല സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവിലാണ് വന്നിട്ടുള്ളത്. നോർമൽ 3/4 സ്ലീവ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്സിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഞാൻ ചെറിയൊരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് മെറ്റീരിയൽ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വിചിത്ര സിൽക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് മനസ്സിലായിന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ക്ലോസ് ഷോട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല ഫ്ലെയേർഡ് ആയിട്ടാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. ഇങ്ങനെ വരുന്നൊരു ഫിറ്റിംഗ് ഇല്ലേ, ഭയങ്കര രസമായിട്ട് തോന്നിട്ടോ ഫിറ്റിംഗ്. ചില നമുക്ക് ഫിറ്റിംഗ് വലിയ ഓക്കെ അല്ല, ബാക്കിയൊക്കെ ഓക്കെ. അങ്ങനെ ഒരു സെറ്റ് എന്തെങ്കിലും ഉണ്ട്, ബാക്കിയൊക്കെ ഓക്കെ ആയിരിക്കും, ഫിറ്റിംഗിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. ഇതിൽ ഫിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്വാളിറ്റി ഒക്കെയാണ്, വർക്ക് ഒക്കെയാണ്, എല്ലാം അടിപൊളിയാണ് കേട്ടോ. സോ ഇതിന്റെ ബോട്ടം വരുന്നത്, ബോട്ടം വന്നിട്ടുള്ളത് ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത്. സിഗരറ്റ് ഫിറ്റില് പ്ലെയിനിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. എലാസ്റ്റിക് ആണ് വരുന്നത്. ആൻഡ് ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ സെയിം നമ്മളെ ടോപ്പിന്റെ പോലെ തന്നെ ആ ഒരു സീക്വൻസ് കോഡിങ് എംബ്രോയിഡറി വർക്കും, ആ ലേസ് ബോർഡറിലൊക്കെ രണ്ട് ഭാഗത്തായിട്ടും സീക്വൻസ് കോഡിങ് എംബ്രോയിഡറി വർക്കും, അതേപോലെ തന്നെ മെറ്റീരിയൽ വിചിത്ര സിൽക്സിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഓക്കെ, കാണുന്നില്ല. സോ ഇത് ടോപ്പും ദുപ്പട്ടയും സെയിം ആയിട്ട് ബോട്ടം ആണ്. നമുക്ക് ബോട്ടം അങ്ങനെ കാണില്ലല്ലോ, ഫ്ലെയേർഡ് കുറച്ച് നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു സെറ്റ് ആണ്. എനിവത് നല്ല വർത്ത് ആണ്. അറൌണ്ട് 1000 ആണ് ഞാനിവിടെ കാണിക്കുന്ന പ്രൈസ് ഒക്കെ വരുന്നത്. സോ ചിലതെങ്ങാനും 800 സംതിങ് ലൈക്ക് ആ ഒരു പ്രൈസ് കേട്ടോ. ഓക്കെ, നല്ല വർത്ത് ആയിട്ട് തോന്നുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ ഒരു കളറൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല വർത്ത് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സെറ്റാണ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കാണാം. അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് ഒരു പാകിസ്ഥാനി കുർത്ത സെറ്റ് ആണ് കാണിച്ചു തരുന്നത്. ഒരു സ്ട്രെയിറ്റ് ഫിറ്റിലൊക്കെ വരുന്ന ഒരു പാകിസ്ഥാനി കുർത്ത സെറ്റ് ആണ്. ഇത് നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാനും അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ത്രൂ ഔട്ട് പ്രിന്റഡ് ആയിട്ടാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ യോക്ക് പോർഷനിൽ കണ്ടോ, ഒരു യോക്ക് പോർഷനിലായിട്ട് പേൾ വർക്ക് ആണ് വന്നിട്ടുള്ളത്. പേൾ ആണ് വരുന്നത്. നല്ല ഭംഗിയിൽ ആ ഒരു പ്രിന്റിൽ ഉള്ളിൽ പേൾ വർക്ക് ആയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതൊരു സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദുപ്പട്ട ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും ഒക്കെ സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് വരുന്നത്.
യെസ്, പാൻറ് വന്നിട്ടുള്ളത് ഇറ്റ്സ് ലൈക്ക് ഒരു ക്രേപ്പ് മെറ്റീരിയലില്ലേ, ഒരു സ്റ്റാൻഡേർഡ് നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പ് മെറ്റീരിയലാണ് ബോട്ടം വരുന്നത്. എനിവേ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. റൗണ്ട് നെക്കാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ സ്ലീവ് വരുന്നത് ലൂസ് സ്ലീവ് ആണ്. ഓക്കെ, ഇതിന്റെ സൈസ് പറയുമ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. സോ ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആയിട്ടാണ്. 2 സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. 2 ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു പാകിസ്ഥാനി കുർത്ത സെറ്റ് ആണ്. സോ ഇതിന്റെ ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ തന്നെ സെയിം ഒരു സിൽക്ക് ബ്ലൻഡ് മെറ്റീരിയലാണ് നമ്മളെ ദുപ്പട്ടയെ വന്നിട്ടുള്ളത്. ദുപ്പട്ടന്റെ എന്തെങ്കിലും ഈ ഒരു സെയിം നമ്മൾക്ക് ടോപ്പിൽ കാണുന്ന ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ലേസ് വർക്കിന് എന്തോന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. ഓക്കെ, സോ ഇതാണ് നമ്മളെ ദുപ്പട്ട. നല്ല ഭംഗിയിൽ നമുക്ക് ദുപ്പട്ട വെയർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ ഒരു പ്രിന്റ് എല്ലാം ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ആണ്. പിന്നെ നമ്മൾ ചിലത് കാണലുണ്ട് പാകിസ്ഥാനി സൂട്ട്സിന് കൂടുതലും ഷിഫോൺ ദുപ്പട്ട വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ അതിൻ്റെ ഇത് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ദുപ്പട്ട ഷിഫോൺ അല്ല, ബട്ട് ഇറ്റ്സ് ഒരു സിൽക്ക് ബ്ലൻഡ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ഒരു ലൈക്ക് ഒരു ഫിനിഷിങ് ലൈക്ക് ഒരു സാറ്റിൻ ഫിനിഷ് പുറത്തേക്ക് വരുന്ന ടൈപ്പ് ആ ഒരു മെറ്റീരിയൽ. നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവാറില്ല, ഞാൻ ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം അത് മനസ്സിലാവാൻ. ഓക്കെ, ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു മെറ്റീരിയലാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ നല്ല മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം. സോ ഇതാണ് നമ്മളെ ദുപ്പട്ട. ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ എലാസ്റ്റിക് ആണ്, സിഗരറ്റ് കട്ടിൽ. നല്ല വൃത്തിക്കുള്ളൊരു ബോട്ടാണ് കേട്ടോ. നല്ലൊരു കളറ് ഇതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കളറിങ് വന്നിട്ടുള്ളത്. ആ ഒരു ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കത്. അതിന്റെ കളറൊക്കെ ആണെങ്കിലും ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. സോ നല്ലതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 800 സംതിങ്ങിനാണ് ഞാൻ ഈ ഒരു പാകിസ്ഥാനി കുർത്ത സെറ്റ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ചിലത് 800 സംതിങ്ങിന് ഉണ്ടെന്ന്. ഇതൊന്ന് 800 സംതിങ്ങിന് വരുന്നതാണ്. നിങ്ങൾ സൈസ് എടുക്കുന്ന സമയത്ത് ഒരു സൈസ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫിറ്റിൽ ആ ഒരു റിലാക്സ്ഡ് ആ ഒരു ഫിറ്റിൽ ഞാൻ വെയർ ചെയ്ത് കണ്ടിട്ടുള്ള ആ ഒരു ഫിറ്റിൽ വെയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു സൈസ് കൂട്ടിയെടുക്കുക. ഇതിന്റെ സൈസ് 4XL വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൈസിൽ, എല്ലാ സൈസിലും, അതായത് സ്മോൾ മുതൽ 4XL വരെ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം എന്തായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ആണ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കാണാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ്. ഇതും നമുക്ക് ആ ഒരു സ്വീക്വൻസ് കോഡിങ് എംബ്രോയിഡറി വർക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക്, മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഫിറ്റിംഗ് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കായിരുന്നു തോന്നി. ബട്ട് സൈസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഒരു സൈസ് കൂട്ടിയാൻ തോന്നുന്നു എടുത്തത്, പക്ഷെ നിങ്ങൾ നോർമൽ സൈസ് മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വൃത്തിക്ക് ഫിറ്റിംഗ് കിട്ടും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. സോ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ വി നെക്ക് ആയിട്ടാണ് വരുന്നത്. ആ ഒരു സീക്വൻസ് കോഡിങ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. നല്ല വൃത്തിക്കാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മെറ്റീരിയലിന്റെ കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണുമ്പോൾ ഏകദേശം ധാരണ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. ഇതും ഒരു സിൽക്ക് ബ്ലൻഡ് മെറ്റീരിയലാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലത്തെ സിൽക്ക് ബ്ലൻഡ് രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, ഞാനിത് ഓക്കെ ക്ലോസ് ഷോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് മെറ്റീരിയൽ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. നല്ല വൃത്തിക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു ആലിയ കട്ട് രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് പ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പ്ലെയിൻ ആണ്. 2 ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. കുറച്ചൊരു എൻഡ് ഫ്ലെയർഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് സ്ലീവ് വരുന്നത് വിതൗട്ട് ലൈനിങ് ആണ് സ്ലീവ് വന്നിട്ടുള്ളത്. ഓക്കെ, സ്ലീവ് ഫുൾ സ്ലീവ് ആണ്. കുറച്ചൊരു ലൂസ് കൈൻഡ് ഓഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. പ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ആ ഒരു ആലിയ കട്ടിന്റെ രീതിയിൽ. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സോറി, ഇതിന്റെ അടുത്ത നമുക്ക് ബോട്ടത്തിലേക്ക് പറയുകയാണെങ്കിൽ പ്ലെയിൻ ബോട്ടാണ്. എലാസ്റ്റിക് ഫ്രണ്ടിൽ എലാസ്റ്റിക് വരുന്നില്ല. ആൻഡ് ഇതിന്റെ പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. യെസ്, ഒരു ഭാഗത്ത് പോക്കറ്റ് വരുന്നുണ്ട്. സോ ഇതിന്റെ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ബോട്ടൊക്കെ വന്നിട്ടുള്ളത്. ഉള്ളിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ബോട്ടത്തിന്. സെയിം മെറ്റീരിയൽ തന്നെ ഉള്ളിൽ ലൈനിങ് ഒക്കെ വന്നിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സിഗരറ്റ് കട്ടിങ്ങിലാണ് ബോട്ടം വരുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ദുപ്പട്ട അത്യാവശ്യം നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നൊരു ദുപ്പട്ട ആണ്. സോ ഇതിന്റെ വർക്ക് കണ്ടോ, നല്ല വൃത്തിക്കാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ സൈറ്റിൽ വേറെ ചെയ്ത ക്ലിപ്പ് കാണിച്ചപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നല്ല ഭംഗിയിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഞാനിത് പിക്ചറിൽ കണ്ടതിലും കയ്യിൽ കിട്ടിയതിലും അതിലും കൂടുതൽ എനിക്ക് വെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ആണ്.
സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്തു, അടിപൊളിയാണ്. പ്രൈസ് വരുന്നത് അറൌണ്ട് 1000 ആണ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം അറൌണ്ട് 1000 ആണ് പ്രൈസ് വരുന്നത്. നല്ല വർത്ത് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ്. സോ നിങ്ങൾ നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബട്ട് ഇത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ആർക്കും പണി കിട്ടണ്ട വിചാരിച്ചിട്ടാണ്. എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി, കാരണം ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. പക്ഷെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു സൈസ് കൂട്ടിയെടുക്കാം കേട്ടോ. കാരണം ഒരു മിനിറ്റ്, ഞാൻ നോർമൽ സൈസാണെന്ന് തോന്നുന്നു ചൂസ് ചെയ്ത്. ഞാൻ നോർമൽ സൈസും അല്ല, ഇത് മീഡിയം എനിക്ക് വന്നിട്ടുള്ളത്. ആക്ച്വലി ഞാൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാറ്, എനിക്ക് മീഡിയം വന്നിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളെ നോർമൽ സൈസിൽ എടുത്താൽ മതി കേട്ടോ. ഒരു സൈസ് കൂട്ടിയെടുക്കണ്ട, നോർമൽ സൈസിൽ എടുത്താൽ മതി. എനിക്കിത് മീഡിയം ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് വന്നത്. എൻ്റെ നോർമൽ സൈസ് XL ആണ്. സോ നിങ്ങൾ നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഞാൻ വിചാരിച്ചു ഒരു സൈസ് കൂട്ടിയെടുക്കേണ്ടി വരുന്നു, വേണ്ട, നോർമൽ സൈസ് എടുത്താൽ മതി കേട്ടോ. സോ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. ഓൾസോ ദ കളർ ഭയങ്കര അടിപൊളിയാണ്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. എന്ത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ സാറ്റിൻ സോഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ രീതിയിൽ എന്താ പറയുക മെറ്റീരിയൽ പറഞ്ഞത്, അതായത് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാം. അല്ലാതെ നമ്മൾ വലിയ രീതിയിൽ അതിൻ്റെ വർക്ക് അതാണ് അതിൻ്റെ വർക്ക് അങ്ങനെ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, എനിക്കറിയുന്ന, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ പറയുമ്പോൾ സാറ്റിൻ എല്ലാവർക്കും അറിയുന്നതാ, എന്നാൽ സാറ്റിൻ സോഫ്റ്റ് പറയാം. അപ്പോൾ സാറ്റിൻ മെറ്റീരിയൽ ഒരു സിൽക്ക് ബ്ലെൻഡായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ വെൽവെറ്റ് മെറ്റീരിയൽ പോലെ, വെൽവെറ്റ് ഒന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു മെറ്റീരിയലാണ്. എനിവേ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ സൈസ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് വേറെ ഇത് കാണിച്ചിട്ടില്ല. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ വേറെ ഇത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടി മീൻസ് ലൂസ് ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയതിനെ വേറെ ചെയ്യുമ്പോൾ. സോ ഇതിന് നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് കട്ടിങ്ങിലാണ് നെക്ക് വന്നിട്ടുള്ളത്. നെക്കിൻ്റെ അവിടെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. സോ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലാണ് ഒരു ഹെവി എംബ്രോയിഡറി സീക്വൻസി വർക്കാണ് വന്നിട്ടുള്ളത്. സെയിം വർക്ക് തന്നെ ഹെവി എംബ്രോയിഡറി സീക്വൻസി വർക്ക് നമ്മളെ ടോപ്പിൻ്റെ താഴോട്ടും വരുന്നുണ്ട്. നല്ല വൃത്തിക്കാണ് കേട്ടോ ഒരു വർക്കൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. വാവ്, നല്ലൊരു സംഭവം കേട്ടോ. ഭയങ്കര അടിപൊളി കേട്ടോ. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈക്ക് നല്ല എന്താ പറയുക, നല്ല കുർത്തി സെറ്റ് ഉണ്ടാവില്ലേ, കുറച്ച് നല്ലൊരു 5000 സംതിങ് ഒക്കെ വരുന്ന കുർത്തി സെറ്റ്, 5000 6000 സംതിങ്, അതൊക്കെ തോന്നുന്നു എനിക്ക്. ആ ഒരു ക്വാളിറ്റി ഒക്കെ തോന്നുന്നു. കാരണം ഭയങ്കര രസമായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഫിറ്റിംഗ് മാത്രമാണ് ഒരു പണി കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് എനിക്ക് അത്രയും അങ്ങോട്ട് നല്ല കുറച്ചുകൂടി വെയർ ചെയ്തിട്ടുള്ള ഒരു ഇതിൽ കാണിച്ചു തരാൻ വേണ്ടി പറ്റാത്തത്. എന്നാലും കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെയിം ആ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സാറ്റിൻ സിൽക്ക് സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വർക്കൊക്കെ നമ്മൾ ആ ഒരു ഹെവി സീക്വൻസി വർക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ വർക്ക് വരുന്നത് ഈ ഒരു ലേസ് ബോർഡറിൽ കംപ്ലീറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ എൻഡിലേക്കും ഈ ഒരു താഴോട്ടും ഇങ്ങനൊരു വർക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ആ കാണിച്ചിട്ടുള്ള ഒരു സെയിം വർക്ക് വരുന്നുണ്ട്. ഓക്കെ, നല്ല വൃത്തിക്ക് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ട്, ഇങ്ങനെ പൊന്തി കിടക്കുന്നൊന്നുമില്ല. ചിലത് നമുക്ക് ഇങ്ങനെ പ്രൈസ് കുറവിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊന്തി കിടക്കുന്ന ഷോളൊക്കെ കിട്ടിയത്. പക്ഷെ അങ്ങനെ ഒന്നല്ല കേട്ടോ. ഇത് നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദുപ്പട്ടയൊക്കെയാണ് വന്നിട്ടുള്ളത്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ്. ഞാനൊരു ഈദ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പം എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങളുടെ മെസ്സേജ് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പറയാം കേട്ടോ. പിന്നെ ഹിജാബിൻ്റെ വീഡിയോ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഹിജാബിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി ഞാൻ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. എന്തായാലും നമ്മൾ ഇതിന് മുന്നേ എന്തായാലും ഹിജാബിൻ്റെ വീഡിയോ ഇട്ടിരിക്കും. എന്തായാലും അതിന് മുന്നിട്ടിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഇത് നിങ്ങളെ സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രൈസ് അറൌണ്ട് 1000 ആ ഒരു പ്രൈസാണ്. എനിവേ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്. ട്രൈ നോക്കുക. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ പാൻറ് കാണിച്ചിട്ടുണ്ടായിരുന്നോ? സോറി വിട്ടുപോയതാ. പാൻറ് വന്നിട്ടുള്ളത് എലാസ്റ്റിക് ആണ്. ഫുൾ എലാസ്റ്റിക്കിൽ വന്നിട്ടുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ ബ്ലൻഡ് മെറ്റീരിയൽ. ഓക്കെ,
കോട്ടൺ ബ്ലാൻഡ് മെറ്റീരിയലാണ്. പാൻറ് വലിയ ക്വാളിറ്റി അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ എനിക്ക്. യെസ്, വലിയ ക്വാളിറ്റി അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. സിഗരറ്റ് കട്ടിംഗ് ആണ് പാൻറ്. ഞാൻ ഇതുവരെ കാണിച്ച സെറ്റ്സ് വെച്ച് നോക്കിയിട്ട് വലിയ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. കാരണം അതിൻ്റെ ദുപ്പട്ടയിലേക്കും ഇതിലേക്കും ആണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ചെറിയ പ്രൈസിന് ട്രൈ ആക്കല്ലേ ഇത്രയും അടിപൊളി സെറ്റ്. സോ അപ്പോൾ എനിക്ക് തോന്നുന്നു ദുപ്പട്ടയിലേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. പാൻറ്റിലേക്ക് ഭയങ്കര പാൻറ് അത്രയും കുറഞ്ഞിട്ടാണ് അവർ ട്രൈ എടുത്തിട്ടുള്ളത് മെറ്റീരിയലൊക്കെ. പാൻറ് വലിയ ക്വാളിറ്റി ഒന്നും പറയാനില്ല. ഓക്കെ, സോ അതാണ് നമ്മൾ അടുത്ത സെറ്റ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു റെഡ് സെറ്റാണ് കാണിച്ചു തരുന്നത്. റെഡ് സെറ്റൊക്കെ ഭയങ്കര രസമായിരിക്കും. ഫോട്ടോസ് എടുത്താലും വീഡിയോസ് എടുത്താലും ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ ആണല്ലോ കൂടുതൽ എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വേറെയും കുറച്ചധികം കളേഴ്സ് അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ റെഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു റെഡിലാണ്, ഒരു പക്കാ റെഡിലാണ് ഇത് വന്നിട്ടുള്ളത്. സോ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ലേസ് വർക്ക് വരുന്നുണ്ട്, ഒരു എംബ്രോയ്ഡറി വർക്ക് ഫ്രണ്ട് ത്രൂ ഔട്ട് എംബ്രോയ്ഡറി വർക്കിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള എംബ്രോയ്ഡറി വർക്കിലാണ് വന്നിട്ടുള്ളത്. എൻഡിലേക്ക് ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്, രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ആൻഡ് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. പിന്നെ ഇത് ഞാനൊരു സൈസ് കൂട്ടി എടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. നോട്ട് ചെയ്യാൻ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഒരു സൈസ് കൂട്ടി എടുത്തതുകൊണ്ട് തന്നെ എന്നെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ചൊന്ന് വൃത്തിക്ക് നിൽക്കാതെ പോലെ എനിക്ക് തോന്നി വെയർ ചെയ്ത സമയത്ത്. സോ നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ സ്ലീവും ഓൾസോ എനിക്കൊരു കംഫർട്ടബിൾ അല്ലാതെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ലൈക്ക് കുറച്ചുകൂടി ഇങ്ങനെ വന്ന് പോലെ തോന്നി. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ സൈസ് ചൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വൃത്തിക്ക് ഇത് വെയർ ചെയ്യാം. നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ളതാണ്. സോ ഇതിൻ്റെത് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഓക്കെ, സ്ലീവിൻ്റെ എൻഡിലൊക്കെ സെയിം ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട നല്ല ലെങ്ത്തും വെടുത്തും ഒക്കെ വരുന്ന ഒരു ദുപ്പട്ടാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടാണ്. സോ ഇതിൻ്റെ ഭാഗത്തും നമുക്ക് ഒരു ലേസ് വർക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് കിട്ടുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും നമ്മളിട്ട് നല്ല വൃത്തിക്ക് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാലൊക്കെ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടാണ്. നല്ലൊരു റെഡാണ്, അടിപൊളിയാണ്. സോ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് പലോസ ഫിറ്റിലാണ് കേട്ടോ ബോട്ടം വരുന്നത്. എലാസ്റ്റിക് ആണ്. പലോസ ഫിറ്റിൽ നമുക്ക് ആ ഒരു സെയിം ലേസ് വർക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു പാകിസ്ഥാനി നോർത്ത് ഇന്ത്യൻ ഫിറ്റിലൊക്കെയാണ് വന്നിട്ടുള്ളത്. കാരണം നല്ല ലെങ്തി ഫുൾ സ്ലീവിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ടോപ്പ്. ആൻഡ് ബോട്ടം പലോസ ഫിറ്റിൽ ആ ഒരു സ്ട്രെയിറ്റ് കട്ടിലാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിൻ്റെ എൻഡിൽ വർക്ക് വരുന്നുണ്ട്. സെയിം ദുപ്പട്ടേൻ്റെ എൻഡിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ്. നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. എനിക്ക് ആ ഒരു സൈസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി വെയർ ചെയ്ത സമയത്ത്. ബാക്കിയൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. സോ ഇതാണ് നമ്മളെ അടുത്ത സെറ്റ്. മെറ്റീരിയൽ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് നരയ്ക്കാൻ കളറുകളൊക്കെ ചുരുങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നല്ല വൃത്തിക്ക് വെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ലാസ്റ്റത്തെ ഔട്ട്ഫിറ്റ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു 5 ഔട്ട്ഫിറ്റ്സ് അല്ലേ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. യെസ്, ഈ ഒരു 5 ഔട്ട്ഫിറ്റ്സ് ആണ് നമ്മളെ ഈ വീഡിയോയുടെ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. മീഷോ എന്നുള്ള ഈദ് ഹോളിൻ്റെ പാർട്ട് 2. ഓക്കെ, ഇനിയും നമുക്ക് ഈദ് ഹോൾ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ മിന്ത്ര ഹോള് ഞാൻ കുറച്ച് നല്ല ഔട്ട്ഫിറ്റ്സ് ട്രൈ ആക്കിയിട്ടുണ്ട്. ഒരു ഈദ് ഹോള് മിന്ത്രയുടെ ഈദ് ഹോളായിട്ട് നമുക്ക് ചെയ്യാം. സോ ഇപ്പം നമ്മൾ മീഷോൻ്റെത് പാർട്ട് 1, 2 ഇവിടെ അവസാനിക്കുകയാണ് ഈദ് ഹോള്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കിഡ്സ് ഹോള്, മീഷോയുടെ കിഡ്സ് ഹോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം, അവർക്ക് അയച്ചു കൊടുക്കാം, ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലൈക്ക് ചെയ്യാം, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം, അവർക്കൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.